പാർത്ത കഷായം ഗ്രീഷ്മയുടെ വിധി 17-ാം തീയതി അറിയാം. ഒരു ചെറുപ്പക്കാരനെ, ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി അരും കൊലയ്ക്ക് വിധേയാക്കിയ ഒരു പിശാച്. ആ പിശാചിന് തൂക്കുകയർ കൊടുക്കണമെന്നാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം മനുഷ്യത്വമില്ലായ്മയാണ് ഒരു അച്ഛനും അമ്മയോടും പ്രണയിച്ച ഒരു ചെറുപ്പക്കാരനോടും അവൾ കാട്ടിയത്. അവളിനി കലയിലോ ഡാൻസിലോ പാട്ടിലോ പഠിത്തത്തിലോ എന്ത് തേങ്ങയിലും അവൾ ഒന്നാമതാണെങ്കിലും ഒരു നീതിപീഠത്തിനും അവളോട് ഒരു മനസ്സലിവും ഒരു മനുഷ്യത്വവും തോന്നരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവൾക്ക് തൂക്കുകയറെങ്കിലും കിട്ടിയാൽ ആ ആത്മാവിന്, ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ആത്മാവിന് ചെറിയൊരു ശാന്തിയെങ്കിലും കിട്ടും. കാരണം അവസാന ശ്വാസത്തിലും അവളെ വിശ്വസിച്ചുകൊണ്ടാണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് വാക്കുകൾ കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. ചില കാര്യങ്ങളെ പറ്റി ആലോചിക്കും. നമ്മളൊക്കെ നിരന്തരം ഇത്തരം വാർത്തകൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്രമേൽ സങ്കടം വരുന്നൊരവസ്ഥയുണ്ട്. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, അതിലേക്കാട്ടപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നാണ്. അതായത് ഒരു 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 ചെറുപ്പക്കാരനെ പ്രണയിക്കുക, അങ്ങനെ പ്രണയിച്ചിട്ട് പ്രണയം നടിച്ച് അവനെ ഉറ്റാനുള്ളതെല്ലാം അവൻ്റെ അടുത്ത് നിന്ന് ഊറ്റിയെടുക്കുക, അതിനുശേഷം അവനെ ഒഴിവാക്കാൻ വേണ്ടി എന്താണ് വഴി എന്ന് ആലോചിച്ച് ഒരു കാര്യം പറഞ്ഞാൽ സത്യത്തിൽ അവനോട് അവൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് തന്നെ ഇഷ്ടമല്ല, നീ ഒന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരുപക്ഷെ അവൻ്റെ മനസ്സ് അത്രമേൽ പൊട്ടിപ്പോകുമായിരിക്കാം. പക്ഷേ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ മാർഗ്ഗം ഉണ്ടായിരുന്നിരിക്കാം ഒരുപക്ഷെ അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ. പക്ഷേ ഇത് ഒന്നുമില്ലാതെ അവനെ ഒഴിവാക്കിയെടുക്കാൻ അവൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു ഈ പറയുന്ന പോലെ ഫ്രൂട്ടി ചാലഞ്ച്. ഒരു കുട്ടിയോട് അത്രമേൽ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ ഈ പറയുന്നത് പോലെ ഒരു കുട്ടിക്കളി കളിച്ചു കൊടുത്തു. അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവൻ അതിനൊക്കെ നിന്ന് കൊടുത്തത്. നമുക്കറിയാമല്ലോ, നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് മുമ്പിൽ കണ്ണ് കാണില്ല എന്ന് പറയും. അങ്ങനെയാണ് ഈ പറയുന്ന ഇവളുടെ ഈ ഒരു ചതിയിൽ ഈ പാവപ്പെട്ട പയ്യൻ ഷാരോൺ പെട്ടുപോയത്. അവൾ അതിൽ വിഷം കലക്കി കൊടുത്ത് അങ്ങനെ ഓരോ തവണയായി, അതായത് പതിയെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇതാണ് ഇവൾ, കളനാശിനിയാണ് ഇവൾ വളരെ ചെറിയ രീതിയിലാണ് കലക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഒറ്റയടിക്ക് മരണപ്പെട്ടാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ചായിട്ട് കലക്കി കൊടുത്ത് പതുക്കെ ഈ പറയുന്ന ഷാരോണിൻ്റെ ആന്തരികാവയവങ്ങളെല്ലാം നശിച്ചു പോയി മരണപ്പെടണം എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം, ഇവളുടെ ലക്ഷ്യം. അത് കൃത്യമായി ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അവസാനം ഷാരോണിന് ബോധ്യപ്പെടുന്നുണ്ട് ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് താൻ പോയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് കൂടി അവസാനം മരണമൊഴിയിൽ പോലും അവൻ ഇവളെ ഒറ്റി കൊടുത്തില്ല എന്നുള്ളതാണ്. അവൾ അങ്ങനെ ചെയ്യില്ല എന്ന വിശ്വാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്രമേൽ അവളോട് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം അവസാനം മരിക്കുന്ന സമയത്ത് പോലും അവൻ ഒന്നും പറയാതെയാണ് ഈ പറയുന്ന ഷാരോൺ മരണപ്പെട്ടത്. പക്ഷേ ഈ പറയുന്ന പോലെ 17-ാം തീയതി വിധി വരുമ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമുക്ക് നിയമത്തിൽ വലിയ അറിവില്ലാത്തവർക്ക് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. ഇതൊരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിക്ക് ഇനി ഒരുപാട് ജീവിതമുണ്ട്. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞതുപോലെ ഇവളും ഇടുക്കിയാണ്, ഇവൾക്ക് പഠനമൊക്കെ പാതി വഴിയിലാണുള്ളത്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവൾ ചെയ്ത ക്രൂരതയുടെ ഏറ്റവും അവസാനത്തെ കാര്യമെടുത്ത് കോടതി പരിശോധിച്ചാൽ പോലും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു പെൺകുട്ടിയാണെന്ന പരിഗണന നൽകിയും മറ്റ് മുൻകാല ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും ഇല്ല എന്നതൊക്കെ കൊടുത്തുകൊണ്ട് ഇവൾക്ക് ജീവപര്യന്തം വിധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് ഒരു 12 വർഷമൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നല്ല നടപ്പിന് ഇവളെ ജയിലിൽ നിന്ന് പുറത്ത് വിട്ട് നല്ല രീതിയിൽ നടക്കാൻ പറ്റും എന്നുള്ളതുമാണ് ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞത് അവൾ നല്ല കുട്ടിയാണ്, അവൾ വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് നല്ല കുട്ടി? ഇവളെപ്പോലെ ഇമ്മാതിരി, അതായത് ഇവളെന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഇവളെന്നൊക്കെ വിളിക്കേണ്ടത് അങ്ങേ അപ്പുറത്താണ്. അതായത് ഇതൊന്നും അല്ല വിളിക്കേണ്ടത്, വേറെയാണ് വിളിക്കേണ്ടത്. പക്ഷേ നമുക്കതിന് പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എത്രമാത്രം ഈ പറയുന്ന പോലെ ധന്യ ഒരു മാധ്യമപ്രവർത്തിയായിരിക്കുന്ന സമയത്ത് തന്നെ ആ ഷാരോണിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഷാരോണിൻ്റെ അച്ഛൻ കൈ പിടിച്ചുകൊണ്ട് സംസാരിച്ചത് നിർഭരമായി ഇവിടെ പറയുന്ന സമയത്തും അവരുടെ ഫാമിലിക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു കുഞ്ഞിനെ എന്ത് കാരണത്താലാണ്? ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ. ഇത്രമാത്രം ക്രൂരത നിറഞ്ഞാടിയ ഒരു ക്രൂരത കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പെൺകുട്ടി, അവളെ ഏതിൻ്റെ പേരിലാണെങ്കിലും ജീവപര്യന്തത്തിന് ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ തൃപ്തനല്ല. അതൊരു കൊലക്കാർ തന്നെ കിട്ടട്ടെ എന്നുള്ളതാണ്. ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൊലക്കാർ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായിട്ടും ഒരരും കൊലയാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ആ അച്ഛനും അമ്മയ്ക്കും നീതി വേണം, അല്ലേ? ആ മരണപ്പെട്ടു പോയ ഷാരോണിൻ്റെ ആത്മാവിന് നീതി വേണം. അപ്പോൾ
വളരെ പ്രതീക്ഷയോടെ 2 മക്കൾക്ക് വേണ്ടി ജീവിച്ച എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവനവന് വേണ്ടി അവനവൻ ജീവിക്കണമെന്ന് കുറേ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാലും ലോകത്തുള്ള ഒരു ഇപ്പം കാമുകൻ്റെ കൂടെ പോവാൻ മക്കളെ കൊല്ലുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഒന്നും അല്ല ഞാൻ പറയുന്നത്. 10 മാസം നൊന്ത് പ്രസവിച്ച് അമ്മ നൽകുമ്പോൾ അതെൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ചോരയാണെന്ന് പറഞ്ഞുകൊണ്ട് വളർത്തുന്ന ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ്റെയും അമ്മയുടെയും എന്താ പറയുക, സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കരുതലിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒക്കെ ഒരു മൂല്യത്തിൽ വളരുന്ന കുട്ടികളുണ്ട്. അതിലൊരാളാണ് ഷാരോൺ എന്ന് പറയുന്നത്. അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, അമ്മ ഒരു ഏതൊരു സ്വകാര്യ കമ്പനിയിലോ എവിടെയോ ജോലിക്ക് പോകുന്ന ഒരാളാണ്. അനിയൻ ആയുർവേദ ഡോക്ടറാണ്. ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരുന്നു, പഠിത്തം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ, അതായത് അച്ഛൻ റേഡിയോളജി പഠിച്ചുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ, റേഡിയോളജി എന്നാണ് എൻ്റെ ഓർമ്മ, പഠിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ അത് കഴിഞ്ഞതിന് ശേഷം, അത് ജയിക്കുന്നതിന് മുൻപ് തന്നെ ഈ അച്ഛൻ ഒരു ഹോസ്പിറ്റലിൽ ജോലി റെഡിയാക്കി വച്ചിരുന്നു. കാരണം തൻ്റെ മകൻ പഠിത്തം കഴിഞ്ഞാൽ ഉടൻ അവൻ ജോലിക്ക് കയറണം. ജോലിയില്ലാതെ, ആമ്പിള്ളേരല്ലേ പ്രത്യേകിച്ച്, എല്ലാ അച്ഛന്മാർക്കും അവർ ജോലിക്ക് കയറി കഴിയുമ്പോൾ അവൻ്റെ ജീവിതം സേഫായി എന്നുള്ളൊരു സമാധാനം ഉണ്ടാകും. എല്ലാ അച്ഛനമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം അത്രയും കരുതലോടുകൂടി 2 മക്കളെ വളർത്തി അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തിനും അവരെ അനുവദിച്ച് ഈ പെൺകുട്ടിയോടുള്ള ഇഷ്ടം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ താല്പര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് അവളെ പോറ്റാൻ ധൈര്യമുണ്ടെങ്കിൽ നീ വിളിച്ചു കൊണ്ടുവന്നോ. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും വളർത്തുന്ന ഒരു മകളെ അവരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു, അങ്ങനെയല്ല, നിങ്ങൾക്ക് തമ്മിൽ പിരിയാൻ കഴിയില്ല എങ്കിൽ വിളിച്ചു കൊണ്ടുവന്നോ, ഞങ്ങൾ കൂടി നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ അച്ഛനും അമ്മയും. അവർ വിചാരിക്കുന്നില്ല തൻ്റെ മകനെ കൊല്ലാൻ വേണ്ടി വന്ന കൊലയാളിയാണ് ഈ പ്രണയം നടിച്ച് വരുന്നത് എന്ന് അവർക്കറിയില്ല. അവൻ്റെ വീട്ടിൽ പലപ്പോഴും ഇവൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഈ കഷായം, ഈ ഞാൻ കുടിക്കുന്നത് നീ ഒന്ന് കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരന് കൊടുക്കുമ്പോൾ, നമ്മളാരെങ്കിലും ഇപ്പം പാർത്ഥൻ പറഞ്ഞതുപോലെ പ്രണയത്തിന് കണ്ണും മൂക്കൊന്നുമില്ല. പ്രണയിക്കുമ്പോൾ പരസ്പരം ഭയങ്കര വിശ്വാസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. ആരെയും എല്ലാ പ്രണയങ്ങളും അങ്ങനെയാണല്ലോ, ഉപേക്ഷിച്ച് ഇപ്പോഴാണ് ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ്. സത്യത്തിൽ ഇപ്പോഴത്തെ പിള്ളേരോട് എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നുണ്ട്. കാരണം വേണ്ട എങ്കിൽ ബ്രേക്കപ്പ്, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, അവർ പറയുന്നതാണ്. ഇതെന്റെ എക്സ് ആയിരുന്നു. അത് പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു ധൈര്യത്തെ എനിക്ക് പഴയതുപോലെ ഒരാമ്പിള്ളേരും ബ്രേക്കപ്പ് കഴിഞ്ഞ് പിന്നെ താടിയും വളർത്തി പിന്നെ കള്ളും കുടിച്ച് ലഹരി ഉപയോഗിച്ച് നടക്കുന്നതെന്ന് ഇപ്പോഴത്തെ കാലത്ത് അപൂർവമാണ്. എന്നാൽ അവർ കുറച്ചുകൂടി മോഡേണായി ചിന്തിക്കാൻ തുടങ്ങി. ഇതൊന്നും അല്ല എൻ്റെ ലൈഫ്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരാൾ എന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ഇതൊന്നും അല്ല, ഇതിലപ്പുറം ലൈഫ് എനിക്കുണ്ട്. ലോകത്തെ കാണാനുണ്ട്, പലതരം ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനുണ്ട്, പലതരം കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ബ്രേക്കപ്പിൻ്റെ പേരും പറഞ്ഞ് ഞാൻ അവനെ കൊല്ലാൻ പോയോ അല്ലെങ്കിൽ അവളെ കൊല്ലാൻ പോയോ ജീവിതം നശിപ്പിച്ച് കളയേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്ന് യുവതലമുറ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ ബ്രേക്കപ്പ് എന്ന പദത്തിന് ഇപ്പോൾ ഭയങ്കരമായ, എൻ്റെയൊക്കെ മനസ്സിൽ അതിന് ഭയങ്കര വാല്യൂ ആണ്. കാരണം അത് ബ്രേക്കപ്പ് കഴിഞ്ഞ് അവരവരെ വഴിക്ക് പോയി ടാറ്റ ബൈ ബൈ പറഞ്ഞ്, അല്ല കൊല്ലാനോ കൊലവിളിക്കാനോ കഴുത്തറക്കാനോ വെടിവെച്ച് കൊല്ലാനോ ഇതുപോലെ കഷായത്തിൽ വിഷം ചേർത്ത് കൊല്ലാനോ ഒന്നും ഇപ്പോഴത്തെ തലമുറ നിൽക്കുന്നില്ല. അവരവരെ വഴിക്ക് പോവുകയാണ് എന്നുള്ളതാണ്. എന്തായാലും കഷായ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടുന്നത് വരെ ആ കുടുംബം വെറുതെ ഇരിക്കും എന്നെനിക്ക് തോന്നില്ല. കാരണം അവരുടെ നഷ്ടം ഒരു കോടതിക്കും നികത്താൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അതായത് കഷായം ഗ്രീഷ്മയെ പോലെ തന്നെ അത്രയേറെ ഭയങ്കരമായുള്ള സൂത്രമുള്ള ഒരു പ്രതിഭാഗത്ത് തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്തിനാണ് പാരസെറ്റമോളിനെ കുറിച്ച് തിരഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ കോടതിയിൽ പ്രതിഭാഗം പറഞ്ഞത് അത് പനിയെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പനിയെ പറ്റി പഠിക്കാൻ വേണ്ടി പാരസെറ്റമോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീഷ്മ ഈ പാരസെറ്റമോളിനെ കുറിച്ച് തിരഞ്ഞത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കളനാശിനിയെ പറ്റി എന്തിനാണ് തിരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പ്രതിഭാഗം പറഞ്ഞത് ഈ ഗ്രീഷ്മയ്ക്ക് ഈ ഭയങ്കരമായ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടായിരുന്നു. ആ ടെൻഡൻസിയുടെ ഭാഗമായിട്ടാണ് ഈ കളനാശിനി ഉണ്ടായത്. എന്നിട്ട് എപ്പോഴെങ്കിലും ആത്മഹത്യക്ക് ശ്രമിച്ചോ അതിന് തെളിവൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിയമത്തെ അതെ ഇങ്ങനെയൊക്കെ അത് വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിയമത്തെ വളച്ചൊടിക്കുന്ന ഒരു പറ്റം ആളുകളും ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ സമയത്തോളം നമുക്ക് നീതിയുടെ ഒന്നും പ്രതീക്ഷ അധികം വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷേ
ജനങ്ങളുടെ കോടതിയിലും ദൈവത്തിൻ്റെ കോടതിയിലും ഇത്തരക്കാർ എന്താണ് ശിക്ഷിക്കപ്പെടാതിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം.